ഹായ് എവറി വൺ, വെൽക്കം ടു സൈലം ബാങ്കിങ്. സൈലം ബാങ്കിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, കാൽക്കുലേഷൻ ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഫോർമാറ്റ് ആണ്. എങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ കോണ്ടിലെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ബേസിക്സ് തറവാണ്, പക്ഷേ എനിക്ക് എന്നാലും ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഒരു സ്പീഡ് വിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും കൂടി വേഗത്തിൽ എനിക്ക് കോണ്ടിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ സാധിക്കുമെന്ന് നോക്കാം. ഓക്കെ, എൻ്റെ പിറകിൽ കണ്ട പോലെ ഒരുപാട് ബോട്ട് മാസിൻ്റെ സിമ്പിൾസ് ഉണ്ട് അല്ലേ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എല്ലാം കിടപ്പുണ്ട്. ഇതെല്ലാം ഒന്നും കൂടി നമ്മുടെ ഇതെല്ലാം ഭദ്രമാണോ, നാം ഈ പഠിച്ചിരിക്കുന്ന എല്ലാ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഈക്വൽ ടു ഗ്രേറ്റർ ദാനും ഇതെല്ലാം ശരിയാണോ, അല്ലെങ്കിൽ ഈ സ്പീഡ് മതിയോ എനിക്ക് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് നോക്കിക്കേ, നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കും അല്ലേ. ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു ലോജിക്കാണ് പഠിച്ചു പോകുന്നത്. ഈ ലോജിക്ക് കണക്ട് ചെയ്യുന്നത് ഒരുപാട് എക്സ്പ്രഷൻ ആയിരിക്കും. ഈ എക്സ്പ്രഷൻ ഫൈനലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഔട്ടിലെത്തുന്ന ആൻസറിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് എനിക്ക് സ്പീഡ് ഓക്കെ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ലോജിക്കെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് സ്പീഡ് എത്തുന്നെങ്കിൽ എൻ്റെ ബേസിക്സ് സെറ്റല്ല, ബേസിക്സിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് പോകാൻ പോകുന്നത് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കുറച്ച് കാൽക്കുലേഷൻ ടെക്നിക്സും അതിൻ്റെ എക്സസൈസുമാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്താണ്, നമ്പേഴ്സുമായിട്ട് പരിചയപ്പെടുക. നമ്പേഴ്സുമായിട്ട് ഒരു ക്ലോസ് റിലേഷൻ വേണം, അല്ലെങ്കിൽ നമ്പേഴ്സുമായിട്ട് നന്നായി പരിചയപ്പെട്ടാൽ മാത്രമാണ് എനിക്ക് എൻ്റെ എക്സസൈസും കാര്യങ്ങളും മറ്റുമെല്ലാം സ്പീഡായി പോകാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ശ്രദ്ധിച്ച് നോക്കിക്കേ, ജസ്റ്റ് നിങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് കോണ്ടുമായിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമല്ല, എന്നാലും ജസ്റ്റ് നോക്കിക്കോളൂ. ഉദാഹരണം, ജെറ്റ് ഈസ് കോൾഡ് ആസ് 9125 കാണുന്നുണ്ടല്ലോ. ജെറ്റ് ഈസ് കോൾഡ് ആസ് 9125 ആണ്. അതുപോലെ വാൾ ഈസ് കോൾഡ് ആസ് 818. ഈ രണ്ട് നമ്പേഴ്സും ശരിക്കും ഇത് ഡിക്കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ നമ്പേഴ്സിനെ നമുക്ക് നോക്കിക്കേ, ഇതൊരു ഭാഗത്ത് LHSൽ കുറച്ച് ആൽഫബറ്റ്സും RHSൽ കുറച്ച് നമ്പേഴ്സുമാണ്. ഈ നമ്പേഴ്സിനെ എങ്ങനെ റിലേറ്റ് ചെയ്യാം? എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി ആൽഫബറ്റ്സ് എല്ലാം നമ്മൾ റീസണിങ് പഠിച്ച ആളുകളാണെങ്കിൽ ഈ എല്ലാ ആൽഫബറ്റ്സും നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ജെറ്റ് ആണെങ്കിൽ നോക്കിക്കേ, ജെറ്റ് ഈക്വൽ ടു 9125 എന്നാണെങ്കിൽ ജെറ്റിനെ കറസ്പോണ്ട് ചെയ്യുന്ന റാങ്ക് എത്രയാണ്? J10 ആണെന്നും E5 ആണെന്നും T20 ആണെന്നും അറിയാം. അപ്പോൾ ഈ ഓരോ നമ്പേഴ്സ് 20ഉം 10ഉം 5ഉം എല്ലാം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് നമുക്കറിയാം, സ്ക്വയേഴ്സ് അറിയാം, ക്യൂബ്സ് അറിയാം. ഇതെന്തെങ്കിലും റിലേഷൻ ആയിരിക്കും എനിക്ക് ഔട്ടായ 9125 ആണ്. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ഓരോ ലോജിക്ക് ചിലപ്പോൾ സ്ക്വയേഴ്സ് ആയിരിക്കാം, ക്യൂബ്സ് ആയിരിക്കാം, മറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. എന്താണെങ്കിലും അതെൻ്റെ കയ്യിൽ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് എനിക്ക് കറക്റ്റ് ഔട്ട് കിട്ടുള്ളൂ. ഒന്ന് നോക്കിക്കേ, 10 ക്യൂബ് എത്രയാണ്? 10 ക്യൂബ് 1000 ആണ് അല്ലേ, 1000 ആണ്. 10 ക്യൂബ് 1000. ഞാൻ പതിയെ പോകുന്നുള്ളൂ, നമുക്കൊന്ന് പതിയെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് കിട്ടുമെങ്കിൽ അതിലെ നല്ലത്. ഓക്കെ, 10 ക്യൂബ് 1000 ആണ്. 5 ക്യൂബ് 125 ആണ്. 20 ക്യൂബ് 8000 ആണ്. ഇതിൻ്റെ ഒരു സമ്മേഷൻ നോക്കിക്കേ, 8000 അല്ലേ, 8000 പ്ലസ് 1000 എത്രയാണ്? 9000. 8000 9000 125 എങ്ങോട്ടാണ് വരുന്നത്? 9125. അപ്പോൾ അത് ക്യൂബ്സുകളുടെ സമ്മാണ്. അപ്പോൾ എനിക്ക് ലോജിക്ക് കിട്ടിയത് എന്താ? സം ഓഫ് ക്യൂബ്സ് ആണ് അല്ലേ, സം ഓഫ് ക്യൂബ്സ് ആണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കോഡിങ് ഔട്ട് കിട്ടാൻ കാരണം എന്താണ്? എനിക്ക് ഈ ജെറ്റ് എന്നറിയുന്ന ഓരോ ആൽഫബറ്റും ഇന്ന റാങ്ക് ആണെന്നും ആ റാങ്കിൻ്റെ ക്യൂബ് അല്ലേ 10 ക്യൂബാണ്, അല്ലെങ്കിൽ 20 ക്യൂബാണ്, അല്ലെങ്കിൽ 5 ക്യൂബാണ്, അത് അറിഞ്ഞുകൊണ്ടല്ലേ. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ മൈൻഡിൽ എന്ത് പക്കയാണ്? എൻ്റെ ക്യൂബ്സിനെ പറ്റിയുള്ള അറിവ് പക്കയാണ്. ഓക്കെ, സെക്കൻഡ് നോക്കിക്കേ, വാളിൻ്റെ കേസ് വന്നു. വാളിൻ്റെ കേസിൽ WALL ആണ്. ശ്രദ്ധിച്ചേ, വാളിൻ്റെ കേസ് ഇതെല്ലാം നമുക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ലോജിക്കിന് വേണ്ടി പറയുന്നതാണ്. വാൾ, നമുക്ക് ഡബ്ല്യുവിൻ്റെ റാങ്ക് അറിയാം, 23 ആണ്. A1 ആണ്. L12 ആണ്. അഗെയിൻ L12 ആണ്. 12 1 12 12. ഇതിൻ്റെ ഔട്ട് വന്നേക്കുന്നത് ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കുന്നത് എത്രയാണ്? 818 ആണ്. എങ്ങനെയാണ് 818 കിട്ടുക? ഓക്കെ, 20 മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 23 ഇൻറ്റു 1 23 ആണ്. 23 ഇൻറ്റു 12 12 are 144. ഒരുപാട് വലിയ നമ്പർ അവർ 4 ഡിജിറ്റ് 5 ഡിജിറ്റിലേക്ക് പോകും. അപ്പോൾ ആ ലോജിക് അല്ലെന്ന് മനസ്സിലായി. 23യുടെ സ്ക്വയർ എത്രയാണ്? 529. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. 12ൻ്റെ സ്ക്വയർ 144. വീണ്ടും 12ൻ്റെ സ്ക്വയർ ആണ്. 144 പ്ലസ് 144 288. 9 പ്ലസ് 1 10, 10 പ്ലസ് 1 8 ആണ്. 8 2s are 10 പ്ലസ് 1 8 ആണ്, 1 ആണ്. 11 5 2s are 7, 5 പ്ലസ് 2 7 പ്ലസ് 1 8 ആണ്. 820. അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് എന്താ? സം ഓഫ് ക്യൂബ്സ് ആണ്.
ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എനിക്ക് ഈ കേസുകളിൽ ഓരോ ആൽഫബറ്റിൻ്റെയും റാങ്ക് അറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ റാങ്കിൻ്റെ കറസ്പോണ്ടിങ് സ്ക്വയേഴ്സോ ക്യൂബ്സോ അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് ശരിക്കും റീസണിങ്ങിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ കൂടി ക്യൂഎൻ്റെ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും ക്യൂബ്സും വളരെ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ എനിക്ക് സ്ക്വയേഴ്സും ക്യൂബ്സും പക്ക അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമ്പേഴ്സുമായി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് നേരത്തെ പറഞ്ഞ നമ്പേഴ്സുമായിട്ട് പരിചയപ്പെടണം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഡയറക്റ്റായിട്ട് ഒരുപാട് നമ്പേഴ്സിൻ്റെ ടെക്നിക്സും അതിൻ്റെ എക്സസൈസും അവർ ഒന്നുകൂടി വൃത്തിയായിട്ട് പരിചയപ്പെട്ടാലോ? ഓക്കെ, നോക്കിക്കേ. ഓക്കെ, പെർസെൻറ്റേജ് സിംപ്ലിഫിക്കേഷൻ ടെക്നിക്. ഇതിലേക്ക് പോകുന്ന മുമ്പ് നമ്മളൊരു കോണ്ട് ആസ്പിറന്റ് അല്ലെങ്കിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കോണ്ട് പഠിക്കാൻ തുടങ്ങുന്ന ആളുടെ കയ്യിൽ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ ടൂൾസ് വേണം നോക്കിക്കേ. ഫസ്റ്റ് വൺ, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ സ്ക്വയേഴ്സ് അപ് ടു 40 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് നമ്മുടെ കയ്യിൽ വേണം. സെക്കൻഡ് വൺ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുന്ന, ഇതെല്ലാം ബൈ ഹാർട്ട് ആക്കേണ്ട കാര്യം കൂടിയാണ്. സെക്കൻഡ് വൺ, ക്യൂബ്സ് അപ് ടു 25. ആദ്യം നിങ്ങൾ കറക്റ്റ് അങ്ങോട്ട് എല്ലാം 40 പഠിക്കേണ്ട, ആദ്യം ഒരു 30 എണ്ണം പഠിച്ചു വെക്കുക. പിന്നെ പതിയെ ക്വസ്റ്റ്യൻ നമ്മൾ ഓരോ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ നമ്പേഴ്സ് കറക്റ്റായിട്ട് ഔട്ട് വരും. അപ്പോൾ 30 അല്ലെങ്കിൽ 40 അപ്ഗ്രേഡ് ചെയ്താൽ മതി. അതുപോലെ ക്യൂബ്സ് ആകുമ്പോഴും ഫുള്ളി 25 പഠിക്കേണ്ട, ആദ്യം ഒരു 20 വരെ പഠിക്കുക. പിന്നെ പതിയെ നിങ്ങൾ തന്നെ അപ്ഡേറ്റ് ആയിക്കോളൂ. ഓക്കെ, മൂന്നാമത്തെ കേസ് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും തമാശയൊക്കെ ഒഴിവാക്കി കളയുന്നതാണ്. എനിക്കറിയാലോ 10 അല്ലെങ്കിൽ 15 വരെ ടേബിൾ അറിയാം. നമുക്ക് 25 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വേണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എപ്പോഴും ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പറയാറുള്ള കേസാണത്. 25, അതായത് 25 into 10 വരെ കേട്ടോ, അപ് ടു 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിന് ശേഷം വരുന്നത് prime numbers up to 200, 200 വരെയുള്ള പ്രൈം നമ്പേഴ്സിനെ പറ്റി. ഇതാണ് ഏറ്റവും ബേസിക്സ്. ഈ നമ്പേഴ്സിനെ പറ്റി എല്ലാം പരിചയമായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കോണ്ട് പഠിക്കാനുള്ള ടൂൾസായി. ഓക്കെ, ഇതിൽ നിന്ന് ബാക്കി നമ്മൾ ഫ്രാക്ഷൻ പെർസെൻറ്റേജോ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്ക്വയേഴ്സ്, ക്യൂബ്സ് അല്ലേ, സ്ക്വയേഴ്സും ക്യൂബ്സും പഠിച്ചു വെക്കുക. അതുകൂടെ തന്നെ അതിൻ്റെ പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ നമ്പർ, പ്രൈം നമ്പേഴ്സ് ഇതെല്ലാം പഠിച്ചു വെക്കുക. നോക്കിക്കേ, തൊട്ടപ്പുറത്ത് ഞാൻ പെർസെൻറ്റേജ് സിംപ്ലിഫിക്കേഷൻ ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് പെർസെൻറ്റേജ് സിംപ്ലിഫിക്കേഷൻ? അവിടെ ഒരു ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ ഒന്നുകൂടി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കിക്കേ, ഓരോ വാല്യൂസും നോക്കിക്കേ. ഇവിടെ ഞാൻ ആ ടേബിൾ നിങ്ങൾക്ക് പതിയാൻ സെറ്റാക്കി തരാം. ഇപ്പോൾ നോക്കിക്കേ, 1/1, 1/2, 1/3 പെർസെൻറ്റേജ് ഫ്രാക്ഷൻ ഒരിക്കലും നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ വായിച്ച് പഠിക്കരുത്. എപ്പോഴും നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ കയ്യിൽ ഒരു റഫ് ബുക്ക് വേണം, അല്ലെങ്കിൽ മാത്സിനായിട്ട് നോട്ടും ഒരു പെന്നും വേണം. നോക്കിക്കേ, 1/1 മുതൽ 1/20 വരെയുള്ള നമ്പേഴ്സ് ഞാൻ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അതായത് ഇതെല്ലാം ബൈ ഹാർട്ട് ആക്കേണ്ട കേസുകളാണ്. ഓക്കെ, നോക്കിക്കേ, 1/1 എന്ന് പറഞ്ഞാൽ 100% ആണ്. സിംപ്ലിഫിക്കേഷൻ, മിസ്സിംഗ് നമ്പർ സീരീസ്, റോങ് നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇപ്പോൾ എപ്പോഴും പ്രിലിംസ് എക്സാമിന് 10 to 15 മാർക്സ് വരുന്നതാണ്. ഇതിൽ സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും ഓൾമോസ്റ്റ് 10 മാർക്സ് വരുന്നതാണ് പ്രിലിംസിന്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പെർസെൻറ്റേജ് ഫ്രാക്ഷൻ കൺവേർഷൻ. ശ്രദ്ധിച്ചു, 1/1 100%, 1/2 50%. ഇതെല്ലാം നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം, ഒരിക്കലും വായിച്ച് പഠിക്കരുത്. 1/3 33 പോയിന്റ്, അതായത് ഞാൻ ആ ഷീറ്റ് ഒഴിവാക്കി നിങ്ങൾക്ക് എഴുതി തന്നെ പഠിക്കണം. 33.3, 1/4 25%, 1/5 20%, 1/6 16.66%, അല്ലെങ്കിൽ 16 2/3 രണ്ടും സെയിം തന്നെയാണ്. 1/7 14.28%, 1/8 12.5%. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, കുറച്ചും കൂടി ഞാൻ എഴുതി തരാം. 1/9 11.11%. നോക്കിക്കേ, ഇവിടെ തന്നെ ഔട്ട് കിട്ടും. 1/9 11.11 ആണെങ്കിൽ ഒന്ന് ചുമ്മാ ആലോചിച്ച് നോക്കിക്കേ, 2/9 എന്തായിരിക്കും? 1/9 11.11 ആണെങ്കിൽ 2/9 22.22%. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾസും പഠിക്കണം. ഈ പഠിക്കുന്ന ഓരോന്നിൻ്റെയും പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് മൾട്ടിപ്പിൾസും പഠിച്ചു വെക്കണം. ഓക്കെ, 1/9 1/10 നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, 10 ആണ്. 1/11 9.09%. നോക്കിക്കേ, 1/9 9.09 ആണെങ്കിൽ 1/11 2/11 എന്തായിരിക്കും? 18.18%. കണ്ടോ, ഈ കാണുന്നത് എന്താ? 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ?
9 into 1 9 ആണ്. 9 2s are 18. നോക്കി 3/11 ആണെങ്കിലോ 3/11 ആണെങ്കിൽ 9ന്റെ തേർഡ് മൾട്ടിപ്പിൾ എന്താ 27.27%. ഇതെല്ലാം സ്ഥിരം നമ്മുടെ ബാങ്ക് എക്സാമിൻ്റെ ക്വസ്റ്റൻസിൽ വരുന്ന ഫ്രാക്ഷൻസ് ആണ്. 27.27% ഓഫ് സംതിങ്. അപ്പോൾ എന്താ അതൊരു 9ന്റെ മൾട്ടിപ്പിളോ 11ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കും. അപ്പോൾ ഇമാതിരി കാര്യങ്ങൾ ഒന്നും കൂടി ഉറപ്പാക്കുക കേട്ടോ. 1/11. നെക്സ്റ്റ് വൺ അതാണ് നമുക്ക് വീണ്ടും ഇവിടെ എഴുതി തരുന്നത് 1/12. ഓക്കെ 1/12 8.3. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കണക്റ്റഡാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. 1/2 എത്രയായിരുന്നു? 50%. 1/2ൻ്റെ പകുതി ആയിരിക്കും 1/4. 15ൻ്റെ പകുതി 25 അല്ലേ? 15ൻ്റെ പകുതി 25 അല്ലേ? ഓക്കെ, ഈ 1/2 1/4 1/2ൻ്റെ പകുതിയാണ് 1/4 എങ്കിൽ ഈ 1/4ഉം 1/8 നോക്കിക്കേ. 1/4 24% ആണ്. സോറി 1/4 25% ആണ്. 1/8 അതിൻ്റെ പകുതി 12.5 ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ ഇപ്പം ഞാൻ എഴുതിയ 1/12 കണ്ടോ, എന്തിൻ്റെ പകുതിയാണ്? 1/6ൻ്റെ പകുതിയാണ്. 1/6 16.66 ആണെങ്കിൽ 1/6ൻ്റെ ഹാഫ് ആണ് 1/12 8.33. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/13 7.69%. ഇത് ഒറ്റയടിക്ക് പഠിച്ചല്ല, പതിയെ ഗ്രാജുവലി നമ്മൾ എക്സസൈസ് ചെയ്ത് സെറ്റാക്കിയത്. 1/14 നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഡയറക്റ്റ്ലി പറയും 1/14 എന്ന് പറയുന്നത് 1/7ൻ്റെ ഹാഫ് ആയിരിക്കും. 1/7 14.28 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 7.14%. ക്ലിയർ? 1/15 എത്ര കിട്ടും? 1/15 നോക്കിക്കേ. 1/5 20 ആണെങ്കിൽ 20/3 ആണ് അല്ലേ? 5 15 ആകുമ്പോൾ ഇൻറ്റു 3 ആണെങ്കിൽ 20/3 6.66%. നെക്സ്റ്റ് വൺ 1/16 ഈക്വൽ ടു 1/8ൻ്റെ ഹാഫ് ആയിരിക്കും. 1/8 എത്രയാ? 12.5 അല്ലേ? 12.5ൻ്റെ ഹാഫ് എത്രയാ? 6.25%. ഇതെല്ലാം ബൈ ഹാർട്ട് പഠിക്കണം. ഇത് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉദാഹരണം ഇവിടെ ഒരു കണക്ഷൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇതെല്ലാം പഠിക്കേണ്ടതാണ്. ഒരിക്കലും മടി വിചാരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ നമുക്ക് അറിയുന്ന കേസിൽ. നമുക്ക് അപ്പോൾ 15 വരെ അറിയുള്ളവർ നമുക്ക് വേണം 15 പോരാ 25 വരെ ടേബിൾസ് വേണം. അതുപോലെ ഇത് 1/20 വരെയുള്ള വാല്യൂസ് വേണം. നോക്കിക്കേ, 1/8ൻ്റെ വാല്യൂ 12.5 ആണെന്ന് വിചാരിക്കാം. ഇങ്ങോട്ട് എടുക്കാം. 1/8ൻ്റെ വാല്യൂ 12.5 ആണ്. നിങ്ങൾക്ക് പറഞ്ഞൂടെ 3/8 എന്തായിരിക്കും? അതിൻ്റെ 3 ഇരട്ടിയില്ലേ? 1/8 12.5 ആണെങ്കിൽ 3/8 അതിൻ്റെ 3 ഇരട്ടിയാണ്. 12.5 × 3 എത്രയാ? 37.5. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. 37.5%. മനസ്സിലായോ? അടുത്തത് 5/8 എന്തായിരിക്കും? 1/8ൻ്റെ 5 ടൈംസ് അല്ലേ? 62.5. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. 62.5%. അടുത്ത് നോക്കിക്കേ, 1/8 12.5 ആണെങ്കിൽ 7/8 എത്രയാണ്? 7 ടൈംസ് 7 × 12.5 എത്രയാണ്? 87.5%. ഇത് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? 87.5% ആണ്. 87.5%. അപ്പോൾ ഇതെല്ലാം നമ്മൾ ടൂൾസായിട്ട് കയ്യിൽ വെക്കണം. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നും കൂടി സ്പീഡായിട്ട് നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ ഓരോ പ്രോബ്ലത്തിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന അരിത്തമെറ്റിക്സ് ആയിരിക്കാം അല്ലേ? അതിലെന്താണ്? ആവറേജ് വരാം, സിംപ്ലിഫിക്കേഷൻ, SICA, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ഇതിലെല്ലാം ഈ കാൽക്കുലേഷൻസ് ആവശ്യമാണ്. നമുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ആൻസറിലേക്കുള്ള ആ സിംപ്ലിഫിക്കേഷൻ സമയം പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ മാക്സിമം ടൂൾസ് ഇല്ല. ടൂൾസ് ഇല്ലാതെ വർക്കിന് പോയാൽ എന്തായിരിക്കും സ്ഥിതി? അതേപോലെയാണ് ഇമാതിരി കാര്യങ്ങളെല്ലാം കയ്യിലില്ലാതെ എക്സാമിന് പോകുന്നത്. അപ്പോൾ ഇതിന് ഒന്നുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. പതിയെ ഡെയിലി എക്സസൈസ് ചെയ്യുക. ഒരു യോഗ പോലെ ഡെയിലി എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എക്സസൈസ് മീൻസ് ഇതിൻ്റെ എല്ലാം കാൽക്കുലേഷൻസ്. അപ്പോൾ മാത്സിൻ്റെ യോഗയാണ് ഈ പ്രാക്ടീസ് ചെയ്യുക പറയുക. ഈ കാണുന്ന ഫ്രാക്ഷൻ പെർസെൻറ്റേജ്, സ്ക്വയേഴ്സ്, ക്യൂബ്സ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് എല്ലാം ഭയങ്കര ബൈ ഹാർട്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കാം. ഓക്കെ അല്ലേ? അഡീഷണലിലേക്ക് പോവാം. ഫൈൻഡിങ് സം ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 ഡിജിറ്റ് നമ്പറിൻ്റെ സമ്മ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഞാൻ ജസ്റ്റ് ഒരു 2 ഡിജിറ്റ് നമ്പർ ഒന്ന് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. ശ്രദ്ധിച്ച് നോക്കിക്കോ, കുറച്ച് നമ്പേഴ്സ്. ഓക്കെ, അതുകൊണ്ടാണ് സ്ലൈഡ്സ് എല്ലാം ബ്ലാങ്ക് ആയിട്ടേക്കുന്നത്. നിങ്ങൾ കൂടെ ചെയ്ത് പോകണം കേട്ടോ. സ്ലൈഡ്സ് എല്ലാം ബ്ലാങ്ക് ആയിട്ട്. 78 + 46 ഏറ്റവും ബേസിക്സ് ആണ്.
78 പ്ലസ് 46. ഇത് നമുക്ക് ചോദിക്കുമ്പോൾ ഇതാണോ പഠിക്കേണ്ടതെന്ന് തോന്നും. ഇത് എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതി മാറ്റി ഒന്നും കൂടി സ്മാർട്ടായിട്ട് ചെയ്യുമ്പോഴാണ് എൻ്റെ ഓരോ അഡീഷനും സ്പീഡാകും. നോക്കിക്കേ, 78 പ്ലസ് 46 ആണെങ്കിൽ ഞാൻ മൈൻഡിൽ ചെയ്യേണ്ടത് ഇതിനെല്ലാം ലൂപ്പാക്കുക. 78നെ എൻ്റെ മൈൻഡിൽ 70 മാത്രമേ ഉള്ളൂ. 70 പ്ലസ് 8 ആയിട്ടും 46ന് ഞാൻ എന്നെ കാണുന്നത് 40 പ്ലസ് 6 ആയിട്ടും കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പുട്ട് ആൻസർ പെട്ടെന്ന് കിട്ടും. ഇനി കൂട്ടി നോക്കിക്കേ, ഇനി കൂട്ടേണ്ടത് ആരൊക്കെ തമ്മിലാണ്? 17 14. 70 പ്ലസ് 40 70 40. ഇവിടെ ഞാൻ എഴുതുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മൈൻഡിൽ ചെയ്യേണ്ടതാണ്, എഴുതേണ്ടതല്ല. അപ്പോൾ ആദ്യം മാത്രം പറഞ്ഞു തരുള്ളൂ, പിന്നെ പതിയെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെല്ലാം മൈൻഡിൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്പീഡ് പ്രോഗ്രസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കും. കാണുമ്പോൾ സിമ്പിളാന്ന് തോന്നിപ്പോവും. ഏറ്റവും ഗ്രാസ് റൂട്ടിൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും പഠിച്ചാൽ തുടങ്ങുക. ഒന്നും തുടങ്ങാത്തവർ ഏറ്റവും സ്മാർട്ടായിട്ട് അഡീഷൻ ഇനി എനിക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. മൈൻഡ് കാൽക്കുലേഷനാണ് ബാങ്ക് എക്സാംസിന് ഏറ്റവും സ്പീഡ് ആക്കുക. ക്വസ്റ്റ്യൻ കണ്ട ആൻസർ പേനയും പേപ്പറും ഇല്ലാതെ ആൻസർ എഴുതാൻ പറ്റണം. 70 പ്ലസ് 40 110 ആണ്. 110 പ്ലസ് 8 പ്ലസ് 4 14 ആണ്. 120 എത്ര കിട്ടും? 124 കിട്ടും. ഓക്കെ, 124. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 67 പ്ലസ് 39. 67 പ്ലസ് 39. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കിക്കേ. 67 ഞാൻ എൻ്റെ മൈൻഡിലേക്ക് 60 30 7 9 മാറ്റി വെക്കുകയാണ്. 60 പ്ലസ് 60 പ്ലസ് 90 ആണ്. 90 പ്ലസ് 60 എത്രയാ? 106 അല്ലേ? അപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി എന്ത് കിട്ടാൻ പറ്റും? 106. 2/2 അഡീഷൻ, 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ അഡീഷനാണ്. അടുത്ത് നോക്കിക്കേ, 67 106 കിട്ടി. അടുത്ത് 89 പ്ലസ് 38 എടുക്കാം. 89 പ്ലസ് 38 എത്ര കിട്ടും? അപ്പോൾ എൻ്റെ മൈൻഡിൽ 80 കാണത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 89 റൗണ്ട് ആക്കി ഞാൻ അങ്ങനെ ചെയ്യും. 89 90 ആക്കി എടുക്കും. എന്നിട്ട് അവസാനം ഒന്ന് കുറയ്ക്കും. 90 പ്ലസ് 38 128. 128 മൈനസ് 1 127. കണ്ടോ, ഇത് സെക്കൻഡ്സ് കൊണ്ട് ആൻസറായി. അടുത്ത് നോക്കിക്കേ, 92 പ്ലസ് 47 92 47. നോക്കിക്കേ, 90 പ്ലസ് 40 130. 7 പ്ലസ് 2 9 139. 139. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന സമയത്ത് സൈഡിലേക്ക് എഴുതി കൂട്ടി എഴുതുന്ന പരിപാടി മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന എക്സാം ബാങ്ക് എക്സാമാണ്. മാക്സിമം ക്യൂ ആൻഡ് സ്പീഡ് ആവണമെങ്കിൽ ഇമാതിരി ചെറിയ ചെറിയ പൊടിപ്പണികൾ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത് നോക്കിക്കേ. കുറച്ച് 87 പ്ലസ് 64. 87 പ്ലസ് 64 ഒരു എക്സസൈസ് പോലെ. 81 പ്ലസ് 53. 48 പ്ലസ് 92. ഇതിൻ്റെ ഔട്ടൊന്ന് നോക്കിക്കേ പെട്ടെന്ന്. നിങ്ങളതിന് ചെയ്യുക. ആ യൂണിറ്റ് ഡിജിറ്റൽ നമ്പേഴ്സ് 87ലെയും 64ലെയും 7ഉം 4ഉം മാറ്റി വെക്കുക. 7 4 11 മാറ്റി വെച്ചു. 80 60 140. 140 11 151 ആൻസറായി. കണ്ടോ, 81 പ്ലസ് 54 8 5 13 130 134. സിമ്പിൾ. 48 92 9 4 13 130 10 140. ഇത്രയേ ഉള്ളൂ പരിപാടി. എത്ര സിമ്പിളായി കണ്ടോ? ഒരു സെക്കൻഡ് കൊണ്ട് അഡീഷൻ കഴിഞ്ഞു. ഇങ്ങനെ ഇനി പതിയെ നമ്പേഴ്സ് എടുത്ത് നിങ്ങൾ തന്നെ ഒരു 2 ഡിജിറ്റ് നമ്പർ നിങ്ങൾ മൈൻഡിൽ കൂട്ടുക, റഫ് ബുക്ക് എടുക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നോക്കിക്കോ, ഒരു 10 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ അഡീഷനുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറും. നിങ്ങൾ എന്തായാലും ഷാർപ്പാവും. പേനയും പേപ്പറും ഇല്ലാതെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആൻസറിലേക്ക് എത്തും. ക്ലിയർ? ഓക്കെ, അടുത്തത് അഡീഷൻ. ഏറ്റവും ഞാൻ പറഞ്ഞു പോകുന്നത് ഏറ്റവും ഗ്രാസ് റൂട്ടിലാണ്, ഏറ്റവും ബേസിക് ആണ്. ഏറ്റവും ബേസിക്കായ കൂട്ടലും കുറക്കലും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷൻ ഡിവിഷനാണ് പോകുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പർ ബൈ എ 1 ഡിജിറ്റ് നമ്പർ. ശ്രദ്ധിച്ച് നോക്കിക്കേ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പർ ബൈ എ 1 ഡിജിറ്റ് നമ്പർ. അപ്പോൾ എന്താ? 2/1 മൾട്ടിപ്ലിക്കേഷൻ. 2 അക്ക സംഖ്യയെ ഒരക്ക സംഖ്യയോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശ്രദ്ധിച്ച് നോക്കിക്കേ, ഓരോ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കിക്കേ. ഞാൻ ഒരു ഉദാഹരണം എഴുതി തരാം. ഇപ്പോൾ 74 into 7 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സൈഡിലേക്ക് സാധാരണ എക്സാം ഹോളിൽ 74 into 7 ചെയ്ത് നോക്കും. അതിനേക്കാളും ഏറ്റവും പെട്ടെന്ന് ആൻസറിലേക്ക് എങ്ങനെ എത്തുമോ നോക്കിക്കേ. 74 into 7 ഞാൻ എന്ത് ചെയ്യും? ഈ 74നെ സ്പ്ലിറ്റ് ചെയ്യും. എന്താക്കി മാറ്റും? നേരത്തെ പറഞ്ഞ പോലെ 70 + 4 into 7. ഈ റെഡിങ്ങിൽ എഴുതുന്നത് ഞാൻ മൈൻഡിൽ ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ നമ്പേഴ്സ് 70 into 7 ചെയ്യും. അതിനുശേഷം 4 into 7 ചെയ്യും. 70 into 7 എത്രയാ? 77s are 490 കൂട്ടും. പ്ലസ് 7 4s are എത്രയാ? 28. ഇനി ആഡ് ചെയ്യാം. അപ്പോൾ
18 കിട്ടി. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് 512 ആൻസർ കിട്ടും. ഇതുപോലെയാണ് നിങ്ങൾ 2/1 മൾട്ടിപ്ലിക്കേഷൻ മറ്റ് നമ്പേഴ്സിൽ മൈൻഡിൽ ചെയ്യേണ്ടത്. ഒരിക്കലും പെന്നും പേപ്പറും ഉപയോഗിക്കരുത്, ഫുള്ള് മൈൻഡ് ആയിരിക്കണം. ഇങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഷാർപ്പാവും. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈ ഒരു ട്രെൻഡിലേക്ക് നിങ്ങൾ തനിയെ മൈൻഡ് മാറിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 58 × 7. 58 × 7. മൈൻഡിൽ 58നെ 50യും 8ഉമായി മാറ്റി വെക്കുക. പതിയെ ചെയ്താൽ മതി, ഒറ്റയടിക്ക് സ്പീഡ് കൂടില്ല. പതിയെ ഗ്രാജുവലി നിങ്ങൾക്ക് ആ സ്പീഡ് നിങ്ങളുടെ മാക്സിൽ ഉണ്ടാകുന്ന സ്പീഡ് നിങ്ങൾ ഗ്രാജുവലി മനസ്സിലാക്കും. ഓക്കെ, 58 × 7. 50 × 7ഉം 8 × 7ഉം. 50 × 7 350 ആണ്. 8 × 7 56 ആണ്. 350ഉം 56 എത്രയാണ്? 406, 406 ആണ്. സിംഗിൾ ലൈൻ ഓപ്പറേഷൻ കഴിഞ്ഞത് കണ്ടോ? ഇത്രേ ഉള്ളൂ പരിപാടി. അടുത്ത് നോക്കാം നമുക്ക് 58 × 7. അടുത്ത നമ്പർ നോക്കാം. 82 × 9. എന്ത് ചെയ്യണം അപ്പോൾ? 82 × 9. 82നെ 80യും 2ഉം ആക്കുക. 80 × 9 80 × 9 720. 2 × 9 18. 720ഉം 18ഉം 738. ക്ലിയർ ആണോ? 738. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ചെയ്ത് നോക്കിക്കേ, ചെയ്തോളൂ. 73 × 8. 73 × 8. 54 × 6. 82 × 7. ഓക്കെ, 82 × 7. ഓക്കെ, എത്രയും നോക്കാം. 73 × 8. ആദ്യം 73നെ 17 3ഉം ആക്കി. ഞാൻ പറയില്ല, പെട്ടെന്ന് ചെയ്യാം. 7 × 8 56. 560ഉം 24ഉം 584 കിട്ടി. കണ്ടോ? 54 × 6. 50 × 6 300. 6 4s are 24. 300ഉം 24ഉം 324 സെക്കൻഡ്. 82 × 7. 80 × 7 560 ആണ്. 560ഉം 14ഉം 574. കണ്ടോ? എത്ര സിമ്പിളായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 96 × 42. സോറി, 96 × 4 സിംഗിൾ ഡിജിറ്റ് അല്ലേ? ഓക്കെ, 96 × 4 മതി. 96 × 4. 2/1 90 × 4. 2/1 അല്ലേ? 90 × 4 360. 6 × 4 24. 360 + 24 384 ഈസ് മൈ ആൻസർ. കണ്ടോ? ഇത്രയും സിമ്പിളാണ്. അപ്പോൾ ഇതേപോലെ ഇനി ചെയ്യുമ്പോൾ ഒരിക്കലും സൈഡിൽ ടേബിളിലേക്ക് മാറ്റി ചെയ്ത് നോക്കരുത്, നിങ്ങൾ മൈൻഡിൽ തന്നെ. ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഞാൻ ഈ ഓപ്പറേഷൻ വല്ലതും ചെയ്തായിരുന്നു? ഇല്ല, എനിക്ക് ഡയറക്റ്റ്ലി ആൻസർ കിട്ടി. ഓരോന്നിൻ്റെയും ആൻസർ ഡയറക്റ്റായി കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടത് മൈൻഡിലാണ്, പേനയും പെന്നും ഉപയോഗിക്കരുത്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നുകൂടി അപ്പാവും കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റൻസിലേക്ക് പോകാം. ഇപ്പോൾ ചെയ്തത് 2/1 മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 3 ഡിജിറ്റ് നമ്പർ ബൈ എ 1 ഡിജിറ്റ് നമ്പർ. 3 ഡിജിറ്റ് നമ്പർ ആണ്. നേരത്തെ എന്തായിരുന്നു? 2/1 മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഇപ്പം എന്തായി മാറി? 3/1 മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് നമ്പർ നോക്കിക്കേ, 3/1ലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 237. 3 ഡിജിറ്റ് നമ്പർ ഇൻറ്റു 1 ഡിജിറ്റ് നമ്പർ. 237 × 7. അപ്പം നോക്കിക്കേ, നേരത്തെ ചെയ്ത അതേ സ്പ്ലിറ്റിംഗ് എബിലിറ്റിയാണ്. എന്ത് ചെയ്യണം? 237 എങ്ങനെ സ്പ്ലിറ്റ് ആക്കണം? 200 എന്നും 30 എന്നും 7 എന്നും. 200 പറഞ്ഞാൽ 200 എന്താണ്? 200 × 7 ചെയ്യേണ്ടി വരും. പ്ലസ് 30 × 7 ചെയ്യണം. പ്ലസ് 7 × 7. ഇതിൻ്റെ എല്ലാം ഒരു ഗ്രൂപ്പ് ആൻസറാണ്. ഇതിൻ്റെ എല്ലാം കൂടി ഗ്രൂപ്പ് ആൻസറാണ് എനിക്ക് ഫൈനൽ വേണ്ടത് അല്ലേ? അപ്പോൾ ഇതാണ് എനിക്കിവിടെ വേണ്ടത്. നോക്കി ചെയ്തേ, മൈൻഡിൽ ചെയ്യുക, ഒരിക്കലും പേപ്പർ ഉപയോഗിക്കരുത്. 200 × 7 ആദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ പഠിച്ചോളൂ. 200 × 7 എത്രയാ? 1400, 1400. 30 × 7 210. 7 × 7 49. ആൻസർ എത്രയാ? 49 + 10 59. 14 + 2 16. 1659. ശരിയാണോ നോക്കിക്കേ? 1659. കണ്ടോ? അപ്പോൾ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കേ, നിങ്ങൾ ഇപ്പോൾ പഠിക്കുമ്പോൾ ഇത് ഇവിടെ എഴുതിക്കൂടെ, കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ അഡീഷൻ കൂടി നിങ്ങൾ മൈൻഡിൽ ചെയ്യാൻ പഠിക്കും. ഓക്കെ, സെറ്റിലെ കുറച്ച് 2/1 കുറച്ച് ബുദ്ധിമുട്ടാണ് 3/1. ഒന്നുകൂടി നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ച് നോക്കിക്കേ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 584 × 9. അപ്പോൾ ഞാൻ മൈൻഡിൽ എന്താക്കണം? 584നെ 500 80 4 ഇങ്ങനെ ആക്കണം. 500 × 9 എത്രയാ?
മൈൻഡ് ചെയ്തൊക്കെ 500 ഇൻറ്റു 500 ഇൻറ്റു 9 4500, 80 ഇൻറ്റു 9 720, 9 4s are 36. എല്ലാം കൂടി ആഡ് ചെയ്യാം. 5256 കിട്ടിയോ? 5256 കിട്ടും. ഇത്രയുള്ള പരിപാടി. ഇനി കുറച്ചും കൂടി നിങ്ങൾ ചെയ്ത് സ്മാർട്ട് ആകുമ്പോൾ നിങ്ങൾ ഈ ചെയ്ത പ്രോസസ്സ് കൂടി നിങ്ങൾ അവിടെ ചെയ്യും, നിങ്ങൾ മൈൻഡിൽ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഒന്നും കൂടി അൾട്രാ സ്പീഡായി മാറും. ഓക്കെ അല്ലേ? നമുക്ക് 2-3 ക്വസ്റ്റൻസും കൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടൈപ്പിലേക്ക് പോവാം. നമുക്ക് പതിയെ പഠിക്കാം. ഓക്കെ, എല്ലാം കൂടി ഒരുമിച്ച് വേണ്ട, പതിയെ പഠിച്ചു പോകാം. നമുക്ക് അടുത്ത് നോക്കിക്കേ, 549 ഇൻറ്റു 6 നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. 549 ഇൻറ്റു 6 എത്ര കിട്ടും? 549 ഇൻറ്റു 6 500 ഇൻറ്റു 6 എത്രയാ? 500 ഇൻറ്റു 6 പെട്ടെന്ന് ചെയ്യൂ. 500 ഇൻറ്റു 6 എത്രയാ? 300 പ്ലസ് അടുത്ത എത്രയാ? 40 ഇൻറ്റു 6 49നെ 40ഉം 9ഉം ആക്കി. 40 ഇൻറ്റു 6 എത്രയാ? 240. സോറിടാ, ഇവിടെ 3000 ആണ്, 0 വിട്ടുപോയി. ആദ്യം പഠിക്കുമ്പോൾ സ്പീഡ് കുറവായിരിക്കും, പതിയെ കൂടുള്ളൂ, ഒറ്റയടിക്ക് കൂട്ടരുത് കേട്ടോ. 40 ഇൻറ്റു 6 240, 9 6 are 54. ബേസിക് ആണ്, ഏറ്റവും ബേസിക് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആഡ് ചെയ്യുമ്പോൾ 4 9 2 എന്ത് കിട്ടി? 3294 കിട്ടിയായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ 728 ഇൻറ്റു 8. അപ്പോൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? 728 ഇൻറ്റു 8 എന്ത് ചെയ്യണം? 700 ഇൻറ്റു 8 ആണ്. 700 ഇൻറ്റു 8 0 മാറ്റി വെക്കുക. 7 8s are 56 2 0. 28നെ 20യും 8 വെക്കുക. 20 ഇൻറ്റു 8 എത്രയാ? 160. 8 ഇൻറ്റു 8 64 ആണ്. ജസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 ആണ്. 12 ആണ്. carry 1 6 plus 1 7 plus 8 5824. ശ്രദ്ധിച്ച് നോക്കിക്കേ, 5824 കിട്ടിയത് നോക്കിക്കേ. 5824 728 ഇൻറ്റു 8 ആണ്. 5824. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ നോക്കി, നമ്മൾ ബേസിക് ആയിട്ടുള്ള എന്താണ് അഡീഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഒരു ചെറിയ കാര്യം കൊണ്ട് പഠിച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പതിയെ ഇതിൻ്റെ സെഷൻസ്, കാൽക്കുലേഷൻ ടെക്നിക്സ്, സ്ക്വയേഴ്സ് പഠിക്കാനുണ്ട്, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, സ്ക്വയേഴ്സ് ഓഫ് നമ്പർ നിയർ ടു 5, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ 12 ഇൻറ്റു 14, 60 ഇൻറ്റു 18, 27 ഇൻറ്റു 9, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സ്, ഇതെല്ലാം നമ്മൾ പതിയെ പഠിക്കും. ഒരുമിച്ച് എല്ലാം കൂടി പഠിച്ചുകൊണ്ട് കൺഫ്യൂഷൻ ആവും. ഓക്കെ അല്ലേ? അറ്റ് ലാസ്റ്റ് ഫൈനലിലേക്ക് പോവാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എനി നമ്പർ ബൈ 5. ഓക്കെ, വളരെ സിമ്പിളാണ്, കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. നിങ്ങൾ പറഞ്ഞു പോകാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എനി നമ്പർ ബൈ 5. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നമ്പേഴ്സ് എടുക്കാം. 360 ഇൻറ്റു 5 360 ഇൻറ്റു 5 ആണ്. 248 ഇൻറ്റു 5 784 ഇൻറ്റു 5. 3 നമ്പേഴ്സിന് ഔട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 5 നോക്കണം. ജസ്റ്റ് നമുക്ക് ട്രഡീഷണൽ മെത്തേഡ് ചെയ്ത് നോക്കാം. 360 ഇൻറ്റു 5 0 6 5s are 30, carry 1 5 3s are 15 plus 3 18 1800. ആൻസർ 1800 കിട്ടി. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ലോജിക്കൽ അല്ലെങ്കിൽ മൈൻഡിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. ശ്രദ്ധിച്ചോളൂ. 360 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, മൾട്ടിപ്ലിക്കേഷൻ ബൈ 5 ചെയ്യുമ്പോൾ ഓരോ നമ്പേഴ്സിനെയും ഡിവിഷനും പഠിക്കാറുണ്ട് കേട്ടോ. നമുക്കിന്ന് മൾട്ടിപ്ലിക്കേഷൻ മാത്രം പഠിച്ചാൽ മതി. ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ തന്നിരിക്കുന്ന നമ്പറിൻ്റെ പകുതി എടുക്കുക. ഇതാണ് റൂള്. എന്തെടുക്കുക? പകുതി, ഹാഫ് എടുക്കുക. ഇങ്ങോട്ട് മാറ്റി ചെയ്താവേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് എടുക്കുക. ഇവിടെ മുകളിൽ ചെയ്ത് വെക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെടുക്കണം? ആ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഗിവൺ നമ്പറിൻ്റെ ഹാഫ് എടുക്കണം. തന്നിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യനിലെ നമ്പർ എത്രയാ? 360 ആണ്. 360യുടെ ഹാഫ് എടുക്കുമ്പോൾ എത്രയാ? 360യുടെ ഹാഫ് എത്രയാ? 180 അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്പർ വലുതാവല്ലേ വേണ്ടത്? അപ്പോൾ ആ 180യുടെ കൂടെ ഒരു 0 ആഡ് ചെയ്യുക. 1800. ഈ 1800 നമുക്ക് ഇവിടെ കിട്ടിയത് നോക്കിക്കേ. സെയിം അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഹാഫ് എടുക്കുക, പകുതി എടുക്കുക, ഒരു പ്ലേസ് ഒരു 0 ഇൻറ്റു 10 അല്ലെങ്കിൽ ഒരു പ്ലേസ് 0 കയറ്റിയിടുക. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ താഴെ കാണുന്ന 2 നമ്പേഴ്സിൻ്റെ ആൻസർ പെട്ടെന്ന് പറയുമല്ലോ. 248 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് എടുക്കുക. 248ൻ്റെ നോക്കിക്കേ, 248ൻ്റെ ഹാഫ് എത്രയാ? 248ൻ്റെ ഹാഫ് 124 ആണ്. കൂടെ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു 0 ആഡ് ചെയ്യുക.
240. ക്ലിയർ ആയോ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 784 ആണ്. 784 ആണെങ്കിൽ 784ൻ്റെ മൾട്ടിപ്ലൈ ബൈ 5 എടുക്കുമ്പോൾ 784ൻ്റെ ഹാഫ് എടുക്കണം. ഹാഫ് എത്രയാ? 784 ഹാഫ് അറിയാൻ പോടോ, പെട്ടെന്ന് ടെൻഷൻ ഒന്നാവണ്ട. 700ൻ്റെ ഹാഫ് എത്രയാ? 350 ആണ്. 350 ആണ്. 84 700ൻ്റെ ഹാഫ് 350 മൈൻഡിൽ ചെയ്ത് വെക്കുക. 84ൻ്റെ ഹാഫ് 42 ആണ്. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 392 കിട്ടും. 392 എഴുതി ഹാഫ് എഴുതി എന്ത് ചെയ്യുക? ഒരു 0 ചേർക്ക് എത്ര കിട്ടും? 3920. സെറ്റല്ലേ? സെറ്റാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വാല്യൂ ഓഫ് 760 × 5. 760 × 5 ഈ ഒരു നമ്പറിൻ്റെ ഔട്ട്പുട്ട് എത്ര വരിക? നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. 760 × 5 760 × 5ൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് ടെക്നിക്സ്, ഷോർട്ട് കട്ട്സുകൾ അല്ലെങ്കിൽ ലോജിക്കൽ എക്സസൈസ് ചെയ്യാനുള്ള വീഡിയോ ഇനിയും വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക. ഓക്കെ, നോക്കിക്കേ. ഇതുപോലെ തന്നെ ഇനി പഠിക്കാനുള്ള സ്ക്വയേഴ്സ് ആണ്. സ്ക്വയേഴ്സ് ഓഫ് നമ്പർ നിയറർ ടു 50, സ്ക്വയേഴ്സ് ഓഫ് നമ്പർ നിയറർ ടു 100, കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് ഈവൺ നമ്പർ, ഓഡ് നമ്പർ എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. വരും ക്ലാസ്സുകളിൽ ഒന്നും കൂടി ഉഷാറായിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ട്രിക്സിൻ്റെ വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും സെറ്റല്ലേ? ഓക്കെ അല്ലേ? മറക്കാതെ ഈ ഒരു ക്വസ്റ്റിൻ്റെ എന്ത് ചെയ്യുക? ആൻസർ ഔട്ട്പുട്ട് വാല്യൂ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ഓക്കെ അല്ലേ? താങ്ക് യു.